സൈബർ ആക്രമണ കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു എന്നൊരു പുതിയ വാർത്തയുണ്ട്. ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ SHOയ്ക്കാണ് അന്വേഷണ ചുമതല. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിനും സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ബോബിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല കമന്റിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. നവമി, നേരത്തെ നമുക്കറിയാം ഗൗരവമായി പരാതി സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? പുതിയ സംഘം അന്വേഷണം ആരംഭിച്ചോ? രഞ്ജിത്ത്, പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ സംഘം ഇനി പ്രവർത്തിക്കുക. സെൻട്രൽ SHOയ്ക്കായിരിക്കും അന്വേഷണ ചുമതല. ഒപ്പം സൈബർ സെൽ അംഗങ്ങളും ഈ അന്വേഷണത്തിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഹണി റോസിന്റെ സൗകര്യം കൂടി നോക്കിയതിനു ശേഷമായിരിക്കും മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അല്പസമയം മുമ്പാണ് ഈ സെൻട്രൽ പോലീസിന് ഇത്തരം ഒരു സംഘത്തെ രൂപീകരിച്ചതായി അറിയിച്ചത്. എന്തായാലും ഉടനെ തന്നെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ ശ്രമം. എന്തായാലും 10 മണിയോടുകൂടി ഹണി റോസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കേരളത്തിന് പുറത്താണ്, ബാംഗ്ലൂരാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോടൊപ്പം ബോബി ചെമ്മണ്ണൂർ ഇനി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിലുള്ള. എന്തായാലും വരും മണിക്കൂറിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ അന്വേഷണം ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം. കമ്മീഷണർ അടക്കം കണ്ടതിന് ശേഷമാണ് ഹണി റോസ് ഈ പേര് വെളിപ്പെടുത്തി പരാതി അടക്കം നൽകുവാനായി തീരുമാനിച്ചിരിക്കുന്നതും. ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ഒരു വിശദീകരണവുമായി എത്തിയിരുന്നു. ഹണി റോസിന് തന്റെ പരാമർശം ബുദ്ധിമുട്ടിച്ചു എങ്കിൽ ക്ഷമ ചോദിക്കുന്നു, ഇനി അത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കേസായ സാഹചര്യത്തിൽ ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റ് വഴികളൊന്നും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുമില്ല. എന്തായാലും പരാതിയിൽ നിന്നും പിൻവലിയില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് ഹണി റോസ് ഉറച്ചു നിൽക്കുന്നത്. എന്താണ് സാഹചര്യം? ഏതായാലും നമുക്ക് അന്വേഷണം ആരംഭിച്ചു എന്നുള്ള വിവരം തന്നെയാണ്. പ്രത്യേക സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുക. ഒരു പക്ഷേ അറസ്റ്റിലേക്ക് പോലും നീങ്ങിയേക്കാം. ബോബി ചെമ്മണ്ണൂരിന് അത്ര സുഖകരമല്ല കാര്യങ്ങൾ.